മാധവിയമ്മ, അമ്മ അച്ഛനൊക്കെ എന്തേ? ആ മോൾ എണീറ്റോ? അവർ രണ്ടുപേരും കൂടെ രാവിലെ തന്നെ അമ്പലത്തിൽ പോയി. ഓ ആണോ? അല്ല, ഇന്ന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഇന്ന് പ്രത്യേകതയൊന്നുമില്ല, പക്ഷെ ഒരു വലിയ ആഘോഷം വരാനിരിക്കുവല്ലേ, അതിന്റെ മുന്നോടിയായിട്ട് രണ്ടുപേരും കൂടെ പോയതാ. അതെന്താ മാധവിയമ്മ വലിയ ആഘോഷം? കുഞ്ഞു മറന്നുപോയോ? അടുത്ത ആഴ്ച കഴിഞ്ഞിട്ടുള്ള വെള്ളിയാഴ്ച കുഞ്ഞിന്റെ അമ്മമ്മയുടെ സപ്തതിയാണ്. അത് വലിയ ഒരു ആഘോഷമല്ലേ? പാർവതിയമ്മയുടെ സപ്തതി പ്രമാണിച്ച് അമ്പലത്തിൽ അന്ന് അന്നദാനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോയേക്കോ രണ്ടുപേരും കൂടെ. ഓ, അമ്മമ്മയുടെ സപ്തതിയാണെന്നുള്ള കാര്യമേ ഞാനങ്ങ് മറന്നുപോയി. മോളെ പറഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങളുടെ പുതുതലമുറയ്ക്ക് ഇംഗ്ലീഷ് കലണ്ടറിലെ ഡേറ്റ് മാത്രമല്ലേ ഓർമ്മയുള്ളൂ. പക്ഷെ ഞങ്ങളെ പോലെ കുറച്ചു പേര് മലയാള മാസത്തിലെ ജനിച്ച നാള് നോക്കി പിറന്നാൾ ആഘോഷിക്കുന്നവരാ. മേനോൻ സാർ ഉണ്ടായിരുന്ന സമയത്തും പാർവതിയമ്മയുടെ പിറന്നാള് വലിയ ആഘോഷാ. കുടുംബക്ഷേത്രത്തിലെ ഉത്സവം തുടങ്ങുന്ന അന്ന് തന്നെയാ പാർവതിയമ്മയുടെ പിറന്നാളും. അന്നൊരു ആഘോഷ. ദേവിക്ക് കളഭാഭിഷേകവും ഉച്ചയ്ക്ക് നാടടച്ചുള്ള സദ്യയും വൈകിട്ട് പഞ്ചാരി മേളവും ചുറ്റുവിളക്കും. ഓർക്കുമ്പോ തന്നെ മനസ്സിന് എന്തൊരു സന്തോഷ. അതൊക്കെ ഒരു കാലം. ഇപ്പൊ കുടുംബക്ഷേത്രത്തിൽ പേരിന് മാത്രമുള്ള പൂജയുള്ളൂ. നിങ്ങളെല്ലാവരും തന്നെ ഇവിടെയല്ലേ? സത്യത്തിൽ ഒരു ഉത്സവം കൂടിയിട്ട് എത്ര നാളായി. കൊച്ചിലെ എല്ലാവരും കൂടെ സന്ധ്യക്ക് ദീപാരാധന തൊഴാൻ പോയ ഓർമ്മയുണ്ട്. പിന്നെ വെടിക്കെട്ടു. അന്ന് പടക്കം പൊട്ടാൻ തുടങ്ങുമ്പോ തന്നെ കുഞ്ഞു കരയാൻ തുടങ്ങും. മോക്കതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ടോ? അതൊക്കെ അന്നൊരു കാലം. എന്ത് രസമായിരുന്നല്ലേ എല്ലാവരും കൂടെ. ഇനിയിപ്പോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ, എല്ലാം ഇങ്ങനെ ആയിപ്പോയി. കുഞ്ഞെ, മാധവിയമ്മയ്ക്ക് ഒരു കാര്യം ഓർക്കുമ്പോ പേടിയാവുന്നുണ്ട്. എന്താ മാധവിയമ്മ? അനുകുഞ്ഞ് പാർവതിയമ്മയുടെ സപ്തതി ഇവിടെ നമ്മുടെ വീട്ടിൽ വെച്ച് ഗംഭീരമായി ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാ. അതിനെന്തിനാ മാധവിയമ്മ പേടിക്കുന്നേ? അത് നല്ല കാര്യല്ലേ. ഇതിന്റെ പേരിലെങ്കിലും കുറച്ചുനാള് അമ്മമ്മ ഇവിടെ വന്ന് താമസിക്കല്ലോ. അതല്ല മോളെ, അനുകുഞ്ഞു മാത്രമല്ലല്ലോ പാർവതിയമ്മയ്ക്ക് മക്കളായിട്ടുള്ളത്. അനുകുഞ്ഞും ആഘോഷം അവരുടെ വീട്ടിൽ വെച്ച് നടത്താൻ തീരുമാനിച്ച പിന്നെ ഇവിടെ ഉണ്ടാകുന്ന പുകിൽ എന്താണെന്നൊന്ന് ആലോചിച്ചേ. അത് ശരിയാണല്ലോ മാധവിയമ്മ. ഏറ്റവും അവസാനം പൊരിഞ്ഞ അടിയാവോ? ആവോ, എനിക്കറിയില്ല മോളെ. ഓർക്കുമ്പോ തന്നെ പേടിയാവുക. നല്ലൊരു ദിവസമായിട്ട് സന്തോഷം കൊടുക്കുന്നതിന് പകരം രണ്ടു മക്കളും കൂടെ പാർവതിയമ്മയെ സങ്കടപ്പെടുത്തുവെന്നാ എന്റെ പേടി. പാവ അമ്മമ്മ. എന്തായാലും മാധവിയമ്മ പറഞ്ഞു നന്നായി. ഞാൻ അമ്മമ്മയെ വിളിച്ചിട്ട് പറയാം, ഒന്ന് കരുതിയിരുന്നോളെ. ആ ശരി മോളെ, എന്നാ ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ, അവരിപ്പോ വരും. ഇതാരാ ഈ വഴിയിൽ കൊണ്ട് കാറിട്ടേക്കുന്നത്? വേറെ ആരുടെയാ? ഇത് അങ്ങേരുടെ വീട്ടിൽ വന്ന ഏതെങ്കിലും ഒരുത്തന്റെ ആയിരിക്കും. കാറിടാൻ കണ്ട സ്ഥലം. ഈ അനുരാധയുടെ വീട്ടിലേക്കുള്ള വഴി ഒരു പബ്ലിക് പ്രോപ്പർട്ടി അല്ല. വേണ്ടെന്ന് വെക്കുമ്പോ അങ്ങേരെന്റെ തലേ കയറിയിരുന്ന് വീണ്ടും വീണ്ടും ചൊറിയ. ഏതവന്റെ കാറാണെങ്കിൽ എന്റെ വഴി മുടക്കാ. പിന്നെ ഈ അനുരാധ മുന്നും പിന്നും നോക്കില്ല. അത് താനെന്ത് പണിയായി കാണിച്ചേ? അനുരാധ മാഡം, ഇങ്ങോട്ടൊന്ന് ഇറങ്ങിക്കേ. എനിക്കൊക്കെ ഇടിച്ചു തെറിപ്പിക്കാൻ എന്റെ വീട്ടിൽ വരുന്ന ഗസ്റ്റിന്റെ കാർ തന്നെ നിനക്ക് വേണല്ലേടി? ഏയ് മിസ്റ്റർ, എടി പൊടിന്നൊക്കെ വീട്ടിലിരിക്കുന്ന നിങ്ങളുടെ പെമ്പറന്നോത്തേപ്പ് വിളിച്ചാൽ മതി. പിന്നെ തന്റെ വീട്ടിൽ വരുന്ന ഗസ്റ്റിന്റെ വണ്ടി എന്റെ വഴി കൊണ്ടല്ല ഇടേണ്ടത്. നിന്റെ വഴിയോ? അതിന് ആ വഴി നിന്റെ പേരിൽ എഴുതി തന്നിട്ടുണ്ടോ? എഴുതി തന്നിട്ടില്ലേലും വാക്കാ പറഞ്ഞു ഉറപ്പിച്ച കാര്യം അത്. വാക്കാലല്ലേ പറഞ്ഞു ഉറപ്പിച്ചേ. അപ്പൊ ചിലപ്പോ എന്റെ വീട്ടിൽ വരുന്ന വണ്ടി ഇവിടെ പാർക്ക് ചെയ്തെന്ന് വരും. എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ പറഞ്ഞിരുന്നെങ്കിൽ മാറ്റി പാർക്ക് ചെയ്യിപ്പിച്ചേനെ. അല്ലാതെ ഇങ്ങനെ വണ്ടി ഇടിച്ച് തെറിപ്പിക്കുകയല്ല വേണ്ടത്. തന്റെ ന്യായം എന്നെ പഠിപ്പിക്കാൻ വേണ്ട. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും. അല്ലെങ്കിൽ നീ പണ്ടേ താൻ തോന്നിയാണെന്ന് എനിക്ക് അറിയാടി. പക്ഷെ എന്റെ അടുത്ത് വേണം. മര്യാദക്ക് കാർ നന്നാക്കി കൊടുത്തോളാം. ഇല്ലെങ്കിൽ താൻ എന്ത് ചെയ്യോടോ? ഞാൻ വേണ്ടെന്ന് വെക്കുമ്പോ കൂടുതൽ ഇങ്ങോട്ട് വന്നേക്കല്ലേ. എന്റെ കൈവക്കത്തൊന്നും മാറി നിന്നു. ഇല്ലെങ്കിൽ തനിക്ക് തല്ലണോ? തല്ലടോ. നീ
മതി, നിർത്തിക്കോ. ഇത്രയും നേരം ഞാൻ നോക്കി നിന്നത് നിങ്ങൾ ആങ്ങളെ പെങ്ങളുടെ പ്രശ്നത്തിൽ ഞാൻ ഇടപെടേണ്ടെന്ന് വെച്ചിട്ടാ. പക്ഷെ ഇത് മാത്രം വേണ്ട. മാറടാ, നീ ആരടാ എന്റെ കൈത്തേറി പിടിക്കാൻ? പിന്നെ എന്റെ ഭാര്യ അടിക്കാൻ വന്നവനെ ഞാൻ കയറി തൊഴണോ? ഹനിയേട്ടാ, എന്തൊക്കെയാ കാണിക്കുന്നേ? ഇങ്ങ് വന്നേ. അച്ഛാ, ആദ്യം നീ നിന്റെ ഭാര്യ മര്യാദ പഠിപ്പിക്കും, എന്നിട്ട് എന്നെ പഠിപ്പിക്കാൻ വന്നാ മതി. അല്ലെങ്കിൽ അല്ലെങ്കിൽ താൻ എന്ത് ചെയ്യും? താൻ ആരാന്നാണ് തന്റെ വിചാരം? ആദ്യം താൻ പോയി മര്യാദ പഠിക്കും. മറ്റുള്ളവർക്ക് കിട്ടുന്ന അവാർഡ് കൈക്കൂലി കൊടുത്ത് തട്ടിയെടുക്കലല്ലേടോ തന്റെ പണി. ആരാണ് നിന്റെ അവാർഡ് തട്ടിയെടുത്ത? അച്ഛാ മതി. മഹി, മര്യാദക്ക് നിന്റെ അച്ഛനെ വിളിച്ചോണ്ട് പൊക്കോ. നീ ഇഴ എന്നെ. ഇവർ കുറെ നാളെ കിടന്ന് അഹങ്കരിക്കുന്നു. അമ്മ അമ്മ വാ അമ്മ, നമുക്ക് വഴക്കൊന്നും വേണ്ടമ്മ. അച്ഛ ഒന്നും പറ. നീ എങ്ങനെ പേടിക്കുന്ന മാളു? അമ്മ വരുവാ. മതി അമ്മ. ഹനിയേട്ടാ, മതി ഹനിയേട്ടാ, ഇനിയും മതിയായില്ലേ നിങ്ങക്ക്? നിനക്ക് സമാധാനമായില്ലേ? ഇവളോടൊക്കെ ക്ഷമിക്കുന്നു പറഞ്ഞ് നടന്നിരുന്നത് നീയല്ലേ? കണ്ടല്ലോ അവളുടെ സ്വഭാവം. താൻ ക്ഷമിച്ചാലും ഈ അനുരാധ തന്നോടൊന്നും ഒരു കാലത്ത് ക്ഷമിക്കില്ലടോ. ഞാനും എന്റെ ഭർത്താവും പിന്നെ എന്റെ 2 മക്കളും തന്നോടും തന്റെ കുടുംബത്തോടും ഒരിക്കലും ക്ഷമിക്കില്ല. മാളു, മീനു, വാ. എന്തിനാ ദൈവമേ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെ കാണാനാണോ ഞാൻ ഇങ്ങോട്ട് വന്നേ? എന്തിനാ മഹിയേട്ടാ ഞാൻ ചെയ്ത തെറ്റ് മഹിയേട്ടനെ ഏറ്റെടുത്ത്? അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ? ഇങ്ങനെ ജീവിച്ച മതിയായി മഹിയേട്ടാ എനിക്ക്. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. പപ്പി, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അത് പിന്നെ എന്നോട് അന്ന് പിണങ്ങിപ്പോയതിനു ശേഷം കുഞ്ഞൂട്ടനെ ഞാൻ കണ്ടതേ ഇല്ലല്ലോ. ഞാൻ തന്നെ അന്വേഷിച്ചു വന്നതാ. എന്തിനാ എന്നെ അന്വേഷിക്കുന്നേ? ഇങ്ങോട്ട് വരുന്ന ആരെങ്കിലും കണ്ടിട്ട് കുഞ്ഞേച്ചിയോട് പറഞ്ഞിട്ട് കുഞ്ഞേച്ചിയുടെ കയ്യിൽ നിന്ന് എനിക്ക് ചീത്ത മേടിച്ചു തരാനല്ലേ? അയ്യോ അല്ല, അത് പിന്നെ കുഞ്ഞൂട്ട സോറി, മനുവേട്ടന്റെ കയ്യിൽ നിന്ന് എനിക്ക് ചീത്ത കേക്കും, അതാ ഞാൻ അന്ന് സോറി. എനിക്കൊന്നും കേൾക്കണ്ട. തന്നോട് മിണ്ടാൻ എനിക്ക് താല്പര്യമില്ല. താൻ ഇവിടുന്ന് പൊയ്ക്കോ, ഞാൻ പോവാ. അയ്യോ കുഞ്ഞൂട്ട പോവല്ലേ, കുഞ്ഞൂട്ട. പപ്പി, എന്താ പറ്റി? അയ്യോ കള്ളത്തരാന്ന് കണ്ടുപിടിക്കല്ലേ. എന്റെ കാലെവിടെ ഇടിച്ചു കുഞ്ഞൂട്ടാ, എനിക്ക് വേദനിക്കുന്നു. സൂക്ഷിച്ചു എന്നൊക്കെ നടക്കണ്ട പപ്പി. നീ ഇവിടെ വാ, ഇവിടെ വന്ന് ഇരിക്ക. അപ്പ എന്നോട് സ്നേഹമുണ്ടല്ലേ? എന്നോടാ കളി. പപ്പി, ഇപ്പൊ വേദനയുണ്ടോ? അയ്യോ കുഞ്ഞൂട്ടാ വേദനിക്കുന്നു. നിന്റെ ബോക്സിലെല്ലാം കൂടെ എവിടെ പോവാനാളിയാ? നീ ഒന്നുകൂടെ നോക്ക്. എടാ ഇല്ലടാ, ഞാൻ രാവിലെ തൊട്ട് നോക്കുവാ. നീ വാഷ് ചെയ്തിട്ടോ? ഇനി ഇല്ല അളിയാ, വാഷ് ചെയ്തിട്ടാ തന്നെ എല്ലാം കൂടെ വാഷ് ചെയ്യൂ. ഇതൊരു 10 രൂപ ഉണ്ടായിരുന്നടേ. ഇനി വല്ല എലിയെങ്ങാനും? ഇവിടെ എലിയില്ലാന്ന് നിനക്കറിയാലോ. അല്ലെങ്കിൽ എലിക്ക് എന്തിനാടാ എന്റെ അണ്ടർവെയർ? നീ വന്നേ, നമുക്ക് ഒന്നുകൂടെ നോക്കാം. എന്തുവാടാ രാവിലെ ബാഗും തപ്പിക്കൊണ്ട് നിൽക്കുന്നേ? വാ പോണ്ടേ? ഇന്നെങ്കിലും നേരത്തെ പോണോന്ന് വിചാരിച്ചത്. വിചാരിച്ച പോരാ, രാവിലെ എണീക്കണം. അതെങ്ങനെയാ? രാത്രിയിൽ പുതപ്പിനടിയിലോട്ട് കയറിയാ പിന്നെ ഭൂമി കുലുങ്ങിയാ പോലും നീ ഒന്നും അറിയില്ല. അന്ന് പോടാ. ഡേയ്, എന്തുവാടേ ഇത്? കുറെ നേരം ആയല്ലോ രണ്ടെണ്ണം കൂടെ. ഞങ്ങൾ വന്ന ഒന്നും മൈൻഡില്ലാതെ അളിയന്മാർ രണ്ടും കൂടെ എന്താ ഈ തപ്പുന്നേ? എടാ ഇവന്റെ ജെട്ടി ഒന്നും കാണുന്നില്ലെന്ന്. കാണുന്നില്ലെന്നോ? അതെവിടെ പോവാനാ? എടാ ഇനി അതെങ്ങാനും പറന്നെങ്ങാനും പോയോ? പറക്കാൻ ഇവന്റെ ജെട്ടി എന്താ വവ്വാലാണോ? ദേ, അളിയാന്ന് വിളിച്ച നാവ് കൊണ്ട് എന്നെ കൊണ്ട് വേറൊന്നും വിളിപ്പിക്കരുത്. ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോഴാണ് അവന്റെ ഒരു വളിപ്പ്. ആഹാ, ഇതായിരുന്നു സീരിയസ് ആയിട്ടുള്ള കാര്യം.
എടാ പൊട്ട, അവന്റെ ജെട്ടി മുഴുവനോടെ പറന്നു പോടാ, ബുദ്ധിയില്ലാത്ത കഴുത. ഒന്ന് നിർത്താവോ? മനുഷ്യൻ ഇവിടെ ജെട്ടിയിടാൻ കൊതിച്ചു നിൽക്കുമ്പോഴാ അവന്റെയൊക്കെ ഒലക്കയുടെ മൂട്ടിലെ കണ്ടുപിടുത്തം. എന്നാലും എന്റെ ജെട്ടിയെല്ലാം കൂടെ എവിടെ പോയി? ദാ ഇവിടെ മുഴുവനും നോക്കി, ഒരൊറ്റ എണ്ണയില്ല. എന്നാലും ഇവന്റെ ജെട്ടി ഒന്നുപോലും കാണാതിരിക്കാൻ ഇനി ആരെങ്കിലും എടുത്തോണ്ട് പോയോ? ആർക്കാരാ അതിന് ഇവന്റെ ജെട്ടി മാത്രമായിട്ട് വേണ്ടത്? ആ, കിട്ടി. ഇതവളാ? ഏതവള്? സത്യം പറയടാ, ഞങ്ങൾ അറിയാതെ നീ ഏതവളുടെ അടുത്തേക്കാ പോയത്? എടാ എടാ അവളില്ലേ, മൈഥിലി. ഏത് എടാ എടാ പൊട്ട, ഇന്നലെ വന്നവളില്ലേ മൈഥിലി? ഏത് ഇന്നലെ വന്ന കുട്ടിയോ? കുട്ടിയോ? അവളോ? ഉറക്കത്തിൽ പോലും അവളെ ഒന്നും കുട്ടിയെന്ന് വിളിച്ചു വരുത്. പിശാശാടാ പിശാശ്. ഹേ, നീ പറയുന്ന പോലെ അത്രയ്ക്കൊന്നുമില്ല അവള്. കണ്ടിട്ട് അവളൊരു പാവമാന്നാ എനിക്ക് തോന്നുന്നത്. പാവമോ? അവളോ? നിനക്കൊന്നും അവളുടെ സ്വഭാവം കൃത്യമായിട്ട് അറിയാൻ പാടില്ലാഞ്ഞിട്ടാടാ. അവക്കെന്തിനാടാ നിന്റെ ജെട്ടി? ഇനി വേണമെങ്കിൽ തന്നെ നിന്റെ ജെട്ടിയല്ല ഇവിടെ ഹോസ്റ്റലിലല്ലേ ഇരിക്കുന്നേ, പിന്നെ അവളെങ്ങനെ എടുക്കാനാ? അവളോ എടുക്കുന്നതോ? എടാ കുനിഞ്ഞു നിന്നാ മൂലപറ്റം കൂടി അടിച്ചു മാറ്റുന്ന സൈസാടാ അവള്. ഇനി നോക്കണ്ട, ഇത് അവള് തന്നെ. ഇന്നലത്തെ എന്റെ പ്രതികാരം ഇത്ര പെട്ടെന്നുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ബാക്കിയല്ല ഇനി കോളേജിൽ ചെന്നിട്ട്. അല്ലല്ല, നീ കോളേജ് ജെട്ടിഫൈറ്റ് നടത്താൻ പോവാ? നീ കണ്ടോ എന്നോടാ കളി? ആഹാ, എന്നാ വാ പോവാ. ഓ, അതിനു മുമ്പ് എനിക്കൊരു ചെട്ടി താടാ തെണ്ടികളെ. അതിനല്ലേ മുത്തേ ഈ ചേട്ടനോട് നിൽക്കുന്നേ? നിന്നെ ചെട്ടിയിടാതെ കോളേജ് വിടാനോ? വാടാളിയ, നിനക്ക് എത്ര എണ്ണം വേണം? ഞാൻ തരാടാ. Good morning, guys. It's another session of our favorite program. This time I will not be able to ignore several requests from our Department of Hindi. इसके लिए मैं एक dedicate कर रहा हूँ गाना perfect आप लोग के लिए. You are listening to our favorite FM 94.6 with your favorite RJ Abhi as always. घर से निकलते ही कुछ दूर चलते ही रस्ते में है उसका घर. घर से निकलते ही कुछ दूर चलते ही रास्ते में है उसका घर. कल सुबह देखा तो बाल बनाती वो. അരെ വാ, എന്തല്ല പാട്ട്! ഈ പഴയ സോങ്സ് ഒക്കെ കേൾക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖ. പാട്ടൊക്കെ, പക്ഷെ നമ്മുടെ ആർജി ഉണ്ടല്ലോ, അങ്ങനൊരു പൊളിയാ. എന്താ ഒരു വോയിസ്, കേട്ട് കേട്ട് ഞാനിപ്പോ അഡിക്റ്റ് ആയി. ആ, അത് ശരിയാ. എല്ലാ ദിവസവും കേട്ട് കേട്ട് പുള്ളിയെ ശരിക്കും പരിചയമുള്ളത് ആയി. പുള്ളി ഒന്ന് നേരിട്ട് കാണാൻ ഇപ്പൊ എന്താ വഴി? അതെന്തിനാ? ഇത്ര നല്ല വോയിസ് ഉള്ള കക്ഷിയല്ലേ, കാണാനും ചുള്ളനായിരിക്കും. ചുള്ളിക്കാണ്ടായിരിക്കും. എന്റെ ജെനി, വോയിസ് ഒന്നും കേട്ട് ലുക്കൊന്നും തീരുമാനിക്കല്ലേടോ. ഇന്നത്തെ കാലത്ത് വോയിസ് കേട്ടൊന്നും ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. ആ, അതും ഒരു നഗ്നമായ സത്യമാണ്. ഓ, അങ്ങനൊന്നും ആയിരിക്കത്തില്ല. ഞാൻ എന്തായാലും പുള്ളി ഒരു ദിവസം നേരിട്ട് കാണാൻ നോക്കിയോ. എന്നോടാ കളി. നീ എന്താ എന്നമ്മ ഇങ്ങനെ അന്തം വിട്ടിരിക്കുന്നെ? എന്നാലും റോസു, ഇന്ന് നമ്മള് മരത്തിൽ തൂങ്ങി കിടക്കുന്ന കണ്ടില്ലേ? ഓ, മരത്തിൽ തൂങ്ങി കിടക്കുന്ന വവ്വാല്. നീ അത് വിട്ടുകളാ, എന്നിട്ട് ഇരുന്ന് കഴിക്കാൻ നോക്ക്. എന്നാലും റോസു, അന്നമ്മേ, ഇരുന്ന് കഴിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഉണക്കപ്പുട്ടാന്നൊന്നും ഞാൻ നോക്കില്ല. എല്ലാം കൂടെ അണ്ണാക്കിലേക്ക് എടുത്ത് തിരികും ഞാൻ. വേണ്ട, ഞാൻ കഴിച്ചോളാം. ആ, അവര് വന്നല്ലോ. ദേ ഇവിടെ. ആ, ഹായ്. ദേ വരുന്നു. ആശി, ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ, അവര് അറിഞ്ഞില്ലെങ്കിൽ ഇപ്പൊ ഒന്നും പറയാൻ നിൽക്കണ്ട. ആ ഓക്കെ. ഇത് എവിടെയായിരുന്നു? ഞങ്ങൾ റൂമിൽ പോയി നോക്കിയിരുന്നു, കാണാതായപ്പോ ഞങ്ങൾ ഇങ്ങ് വന്നു. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, എനിക്ക് ഓഫീസിൽ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. രാവിലെ നിങ്ങളുടെ റൂമിൽ വന്ന് പറയാനും എനിക്ക് ടൈം കിട്ടിയില്ല. ഏയ്, അത് സാരമില്ല. ഇന്നലെ ഫോൺ നമ്പർ മേടിക്കാനും മറന്നുപോയി. അയ്യോ, അത് ശരിയാ. ഞാൻ ഇപ്പൊ തന്നെ വന്നേക്കാം. നീ എന്താ ആശി താമസിച്ചേ? എന്നാ ഞാനും ഇറങ്ങാൻ താമസിച്ചു. ഉറങ്ങിപ്പോയടി. അഷി, താനൊന്നും കഴിച്ചില്ലല്ലോ. എന്ന് താനിരുന്നോ, തനിക്കും കൂടെ ഉള്ളത് ഞാൻ എടുത്തിട്ട് വരാം.
ഓ താങ്ക് യു. ഓ എന്താ സ്നേഹം. നീയൊക്കെ ഇവിടെ ഇരിക്ക, ഞാനിപ്പോ വരാം. ഇതാ വേണ്ട, ഇത് ക്യാൻറ്റീനാ, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട, നമുക്ക് ക്ലാസ് ചെന്നിട്ട് ചോദിക്കാം. നീ ഇരിക്കലിയ, ഞാൻ വരുന്നു. മൈ ദിലി മോളെ, ഒന്നിങ്ങി വന്നേ. രാവിലെ നിനക്ക് എന്താ മാധവ്, ചുമ്മാ വഴക്കുണ്ടാക്കാതെ ക്ലാസ് പോയേ? അതെന്ത് പരിപാടിയാ എന്റെ ഗായത്രി, നമ്മുടെ ക്ലാസ്സിൽ പുതിയൊരു കുട്ടി വന്നിട്ട് പരിചയപ്പെട്ടില്ലെങ്കിൽ മോശമല്ലേ? ഡേ മാധവ്, ഇത് ക്യാൻറ്റീനാ, തനിക്ക് പരിചയപ്പെടണമെങ്കിൽ ക്ലാസ് വെച്ച് പോരെ. അടഞ്ഞ ദിവസേ കുട്ടി കണ്ടില്ല ഒന്നും ഇണ്ടായിരിക്കുന്നേ. കുട്ടിക്ക് പരിചയപ്പെടാൻ താല്പര്യമുണ്ടെന്ന് തോന്നുന്നു. ആഷി, നീ ഇന്ന് കഴിച്ചോ. ഗൈസ്, ഞാൻ പോവാ, ക്ലാസ് കാണാം. അങ്ങനെ ഒന്ന് പോയാലോ? നിനക്ക് എന്തിന്റെ കുഴപ്പാടാ ചേട്ടെ? നിന്റെ അത്രയും കുഴപ്പം എനിക്കില്ലടി. നിനക്ക് എന്താടാ? എനിക്ക് നിന്നെ കാര്യമായിട്ടൊന്ന് പരിശോധിക്കണം. എന്താ പറ്റോ? ചേട്ടെ, അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. ഇതൊക്കെ ഒരു അനാവശ്യമാണോ എന്റെ മൈഥിലി മോളെ? നിനക്ക് ബോക്സർ വേണമെങ്കിൽ പറഞ്ഞാ പോരായിരുന്നോ? ചേട്ടൻ പുതിയത് മേടിച്ചു തരത്തില്ലേ? അല്ലാതെ ഇതൊരുമാതിരി കള്ളികളെ പോലെ അത് ഞാൻ യൂസ് ചെയ്യുന്നത് മോശമല്ലേ മൈഥിലി മോളെ? ദേ മാധവ, അനാവശ്യം പറയത്. നീ കണ്ടോ ഞാൻ എടുക്കുന്നത്? നിനക്കല്ലാതെ എന്റെ ബോക്സർ എടുക്കാൻ ഇവിടെ ആർക്കാടി ധൈര്യം? അത് നീ പറഞ്ഞ കറക്റ്റാ. വേണമെങ്കിൽ ഈ മൈഥിലി നിന്റെ ഹോസ്റ്റലിന്റെ മതിലും ചാടും. എന്നാലും എന്റെ മാധവ, സ്വന്തം ചേട്ടി പോലും സൂക്ഷിക്കാൻ അറിയാൻ പാടില്ലാത്ത നീയാണോ നിന്റെ അച്ഛന്റെ മാധവൻ ഗ്രൂപ്പ്സ് ഭാവിയില് നോക്കാൻ നടത്താൻ പോകുന്നേ? കഷ്ടം. പുന്നാര മൈഥിലി മോളെ, അപ്പൊ മരത്തിൽ തൂങ്ങിക്കിടന്നിരുന്നത് മൈഥിലി? അന്നമ്മേ, ഷട്ട് യുവർ മൗത്ത്. എന്നാലും മാധവ, എനിക്കൊരു സംശയം. നിന്റെ ഹോസ്റ്റലിലുള്ള എല്ലാ ബോക്സറും പോയെന്നല്ലേ നീ പറഞ്ഞേ? അപ്പോ എന്നെ പരിശോധിക്കുന്നതിന് പകരം ആദ്യം നിന്നെയല്ലേ പരിശോധിക്കേണ്ടത്? കോളേജിലതൊക്കെ ഇടാതെ വരുന്നത് മോശമല്ലേ മാധവ? മോളെ കൈ എടുക്കടാ. കൈ എടുക്കാനോ നിന്നോട് പറഞ്ഞേ? ഇല്ലെങ്കിൽ നീ എന്തെടുക്കും? പണിപാളി. മാധവ്, ടീ. വേണ്ട, അവക്കുള്ള പണി ഞാൻ തന്നെ കൊടുത്തോളാം. ഗായു, ഇനി ഇവിടെ നിന്ന പ്രശ്നം വഷളാത്തേ ഉള്ളൂ. നീ മൈഥിലി വിളിച്ചോണ്ട് വാ. മൈഥിലി, മാടോ. कुछ भी तेरे सिवा मांगता ही नहीं, तुझे सा है. മൈഥിലി, ഇപ്പൊ എന്താ പ്രശ്നം? സത്യത്തിൽ ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. മൈഥിലി, താനാണോ മരത്തിൽ അതെല്ലാം തൂക്കിയിട്ടത്? ആ അതെ. അപ്പൊ താൻ മെൻസസ് ഇതെല്ലാം എപ്പോ എടുത്തു? അത് പിന്നെ അത് ഞാൻ പറയാം. എല്ലാവരും രാത്രിയില് ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് ഞാനാ മാധവന്റെ ഹോസ്റ്റൽ റൂമിൽ കയറി അതെല്ലാം അടിച്ചു മാറ്റി മൈഥിലിക്ക് കൊടുത്തത്. എടാ വിരുദ, നിനക്ക് ഇത്രയ്ക്ക് ധൈര്യം ഉണ്ടായിരുന്നോ? പിന്നെ ഞാൻ ആരാന്നാ നിന്റെയൊക്കെ വിചാരം? ഗൈസ്, ഐ എം സോറി. എന്റെ പ്രശ്നത്തിൽ നിങ്ങളെയും കൂടെ ഉൾപ്പെടുത്തണ്ടെന്ന് കരുതിയാ നിങ്ങളോടൊന്നും പറയാതിരുന്നത്. ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്നവരാ ഞങ്ങൾ രണ്ടുപേരും. അതിനുവേണ്ടി എന്തും ചെയ്യും. ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള വഴക്കില് നിങ്ങളും കൂടി ഇടപെട്ടാ അത് നിങ്ങൾക്ക് തന്നെയാ പ്രശ്നം. സത്യത്തിൽ നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? മൈഥിലിക്ക് മാധവനെ നേരത്തെ പരിചയമുണ്ടോ? ഉണ്ട്. എൻ്റെ അമ്മയുടെ ചേട്ടൻ്റെ മോനാണ് മാധവ്. ഞങ്ങളുടെ ഫാമിലി തമ്മിൽ ശത്രുതയാണ്. ഓ ഐ സി. നിങ്ങൾ ഫാമിലി ആയിട്ട് എന്താ പ്രശ്നം? അത് പറയാനാണെങ്കിൽ ഇന്നൊരു ദിവസം തികയില്ല. ഒരിക്കൽ സമയം കിട്ടുമ്പോൾ ഞാൻ വിശദമായിട്ട് പറയാം. ഓക്കെ, അത് മതി. എന്തായാലും ഇന്നലെ മുതൽ നമ്മൾ ഫ്രണ്ട്സ് അല്ലോടോ. തനിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയാൻ മടിക്കണ്ട.
ഞങ്ങൾക്കിനി അതുവഴി പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് കരുതുകയും വേണ്ട. ഇനി താൻ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ പോലും അവന്മാർക്കുള്ള പണി വേറെ വഴിയെ ഞങ്ങൾ കൊടുത്തേനെ. അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഇനി തന്റെ കൂടെ നമ്മൾ 5 പേരും ഉണ്ടാവും. ഓക്കെ? അയ്യോ മറന്നു, ഇന്നാ ബീക്കറുമത്തയുടെ അവനാ ഫസ്റ്റ്. ദൈവമേ, കാലമാനം നേരത്തെ എഴുന്നള്ളൂ. ഇന്ന് ഏതാണ്ടൊക്കെ നോക്കിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ടില്ലേ? അയ്യോ എന്നാ വാ എളുപ്പം. ലേറ്റ് ആയാൽ പിന്നെ അങ്ങനെ വെച്ചേക്കത്തില്ല. മാസി, മഹിയേട്ടാ, ഇത് ഓഫീസാണ്, കൈവിട്. മാസി. എന്നെ മാസിന്ന് വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ മാസിന്ന് വിളിക്കുന്നില്ല. പക്ഷെ എനിക്ക് നിന്നോട് സംസാരിക്കണം. എനിക്കൊന്നും സംസാരിക്കാനില്ല. എന്നാ എനിക്ക് സംസാരിക്കാനുണ്ട്. മഹിയേട്ടാ പ്ലീസ്, ഇത് ഓഫീസാണെന്നുള്ള കാര്യം മഹിയേട്ട മറക്കുന്നു. വെറുതെ ശബ്ദം വെച്ച് സംസാരിക്കണ്ട. എന്നാ നീ എന്നോട് പുറത്തോട്ട് വാ, എനിക്ക് സംസാരിക്കണം. മഹിയേട്ടാ. മാനസി, എനിക്ക് സംസാരിക്കണം. എന്തോ എന്നാ ഇനി സംസാരിക്കേണ്ടത്? എല്ലാം നമ്മൾ സംസാരിച്ച് കഴിഞ്ഞല്ലേ മഹിയേട്ടാ? മഹിയേട്ടൻ എന്താ അതൊന്നും മനസ്സിലാകാത്തെ? ഇല്ല, എനിക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ എന്ത് തെറ്റാൻ നിന്നോട് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാ മഹിയേട്ടാ ഞാൻ ചെയ്ത തെറ്റ് മഹിയേട്ടനെ ഏറ്റെടുത്തത്? എനിക്ക് വേണ്ടി മഹിയുടെ ശിക്ഷ ഏറ്റെടുത്തോണ്ടല്ലേ? ആ സംഭവത്തിന് ശേഷമല്ലേ നമ്മളെല്ലാവരും ഇങ്ങനെ ആയത്? എന്ത് സന്തോഷത്തോടെ കഴിഞ്ഞതാ മഹിയേട്ടാ നമ്മള്. മഹിയേട്ടൻ കേട്ടില്ലേ ഇന്നലെ കൂടെ എന്റെ അമ്മ പറഞ്ഞത്? നിങ്ങളൊന്നും ആയിട്ട് ഞങ്ങൾക്ക് യാതൊരുവിധ ബന്ധവുമില്ലെന്ന്. പിന്നെ എന്തിനാ മഹിയേട്ടൻ എന്നോട് സംസാരിക്കാൻ വരുന്നേ? അന്നേ ഞാൻ പറഞ്ഞതല്ലേ സത്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറയാന്ന്. എല്ലാവരും എല്ലാം അറിഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകുമായിരുന്നോ? ഇതൊക്കെയാ മഹിയേട്ടൻ ചെയ്ത തെറ്റ്. നീ എന്തുവാ ഈ പറയുന്നേ? ആ പ്രശ്നമാണോ നമ്മുടെ ഇടയിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കിയത്? അത് കഴിഞ്ഞിട്ടുള്ള എന്റെ അച്ഛന്റെയും നിന്റെ അമ്മയുടെയും സംസാരം ഇത് ഇവിടം വരെ എത്തിച്ചത്. പക്ഷെ അവര് കാരണം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഞാനും നീയും മനുവും കുഞ്ഞിയൊക്കെയാണ്. ശരിയാ, അവര് തന്നെയാ ഇത്രയും പ്രശ്നങ്ങൾ വഷളാക്കിയത്. പക്ഷെ ഞാൻ ചെയ്ത തെറ്റല്ലാണ്ടാവുന്നില്ലല്ലോ. ആ തെറ്റിനെ മറച്ചു വെച്ച് മഹിയേട്ടൻ ചെയ്തതും തെറ്റ് തന്നെയല്ലേ? അന്ന് മഹിയേട്ടനെ അമ്മ തല്ലതിന്റെ പേരിലല്ലേ ഈ പ്രശ്നം ഇത്രയും വഷളായത്? വേണ്ട മഹിയേട്ടാ, ഇനി അതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട. എല്ലാം നമ്മൾ നിർത്തിയതല്ലേ? നമ്മളല്ല, നീയല്ല നിർത്തിയത്. പക്ഷെ എനിക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്നോട് വന്ന് നിന്നെ മറക്കണമെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റത്തില്ല. വേണ്ട മഹിയേട്ട മറക്കണ്ട. പക്ഷെ എന്റെ അമ്മയ്ക്ക് വേണ്ടാത്ത ഒന്നും എനിക്കും വേണ്ട. അങ്ങനെ നിനക്കെല്ലാം മറക്കാൻ പറ്റോ? എനിക്കിനി ഇതിനെ കുറിച്ച് ഒന്നും സംസാരിക്കാനില്ല. മഹിയേട്ട മാറ്. മാസി, ഈ ശ്രീകുട്ടി, നീ മുടിയുടെ നീളം കുറച്ചോ? ഓ മൈ ഗോഡ്, നീ എങ്ങനെയാ കണ്ടുപിടിച്ച്? ഇവന് പേര് പോലും മനസ്സിലാക്കിയില്ല. അതൊക്കെ ഞാൻ കണ്ടുപിടിക്കും, ഇനി വേട്ടണ്ട കേട്ടോ. അല്ല ജീന, നീ നെയിൽ പോളിഷ് മാറ്റിയല്ലേ? ഒന്ന് പോടാ അവിടുന്ന്, നിന്റെ കാര്യം. ഡി ഷെറിൻ, ഈ ടോപ്പ് നിനക്ക് നല്ലോണം ചേരുന്നുണ്ട്. താങ്ക് യു ഡിയർ. എന്തോന്നടാ ഇത്? എന്റെ വായിന് തേനും പാലും ഒക്കെ ഒഴുകുന്നുണ്ടല്ലോ. എനിക്കിതൊന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല. കൺട്രോൾ തന്നെ എന്റെ കർത്താവേ. എന്താടി ഉണ്ടൊക്കെ നീ നോക്കുന്നേ? നേരെ നോക്കിയിരിക്കടി.
പൊന്നമ്മേ, നീ അങ്ങ് ശോഷിച്ചു പോയിലൂടി. ദാ ഇവളെപ്പോഴാ നിന്റെ അന്നമ്മയായത്? വേണ്ടാട്ടോ, ഇങ്ങോട്ട് വേണ്ട. എന്തടാ? എന്ത്? നിനക്ക് എന്തടാ? പറയാടാ, വാടാ. എന്തുവാടേ ഇത്? ക്ലാസ് റൂമോ അതോ ചന്തയോ? അവിടെ പോലും ഇത്ര അലപ്പ് കാണില്ലല്ലോ. നീയൊക്കെയോ ഗുഡ് മോർണിംഗ് പറയില്ല, ഞാനെങ്കിലും പറഞ്ഞേക്കാം ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ന്യൂ സ്റ്റുഡന്റ് ആണല്ലേ മൈഥിലി? പ്രിൻസിപ്പൽ റൂമിൽ നിന്ന് പറഞ്ഞായിരുന്നു. അതെ സർ. ആ, ഞാനൊരു ഇവിടുത്തെ ക്ലാസ് ഇൻചാർജ്, എന്നെ അറിയാലോ അല്ലേ? ബീക്കർ. എന്താണ്? അറിയാം സർ, അരുൺ മത്തായി. സർ, ഞങ്ങൾ എപ്പോഴാ ലാബിൽ കൊണ്ടുവന്നേ? എന്തിനാടാ അങ്ങോട്ടേക്ക് എല്ലാം കൂടെ കെട്ടിയെടുക്കുന്നത്? അവിടെ ഉള്ളതൊക്കെ തല്ലിപ്പൊട്ടിക്കാനോ? അത് മാത്രമല്ലല്ലോ സർ, അവിടെ ഒരുപാട് ആസിഡ് ഒക്കെ ഉള്ളതല്ലേ, അതൊക്കെ ഇനി ഉപകാരപ്പെടാനുള്ളതല്ലേ അല്ലേടാ? പിന്നല്ല. എന്താണ്? നീ എന്തായാലും പറഞ്ഞായിരുന്നോ? ഏയ് ഒന്നുമില്ല സർ. നിന്നേക്ക് ഞാൻ എടുത്തോളാം, പ്രാക്ടിക്കല് വരട്ടെ. ആ, നിങ്ങക്ക് ഞാനൊരു ക്വസ്റ്റ്യനർ തരാം, അത് 30 മിനിറ്റ്സിനുള്ളിൽ ഫിൽ ചെയ്ത് തിരിച്ചു തരണം. ഓക്കെ? ഇങ്ങേർക്ക് വേറെ ഒരു പണിയില്ല. നീയൊക്കെ എന്തിനാടാ ബയോകെമിസ്ട്രി എടുത്ത്? എലി ഏതാ കിഴങ്ങ് ഏതാന്ന് അറിയാത്തവന്മാരൊക്കെയാ ഇനി ലാബിൽ കയറാൻ പോകുന്നത്. മിക്കവർക്കും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അറിയത്തില്ല, എക്സെപ്റ്റ് വൺ, മൈഥിലി. യു ഹാവ് ഡൺ എ വെരി ഗുഡ് ജോബ്. ഔട്ട് ഓഫ് 30 ക്വസ്റ്റ്യൻസിൽ തനിക്ക് 2 മാത്രമേ തെറ്റിയിട്ടുള്ളൂ. ഐ ആം ഇംപ്രസ്ഡ്. അപ്പോ ഇനി തന്നെ നാളെ മുതൽ ഈ ക്ലാസിന്റെ ലീഡർ ആക്കാം. ഓക്കെ? അപ്പോൾ ക്ലാസ്സിന്റെ കാര്യങ്ങളെല്ലാം താൻ നോക്കിക്കോണം. ഓക്കെ സർ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീക്ക് തൊട്ട് പ്രാക്ടിക്കൽ കൂടി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ? അപ്പൊ താങ്ക് യു. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ? പിന്നെ മൈഥിലി, നാളെ രാവിലെ താനൊന്ന് ബയോകെമിസ്ട്രി ലാബിൽ ചെല്ലണം. അവിടെ ന്യൂ റിയേജൻസ് ഒക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ ലാബ് അസിസ്റ്റന്റിനെ താനും കൂടെ ഒന്ന് സഹായിക്കണം. ഓക്കെ? ഓക്കെ സർ. ഹേ മൈഥിലി, ഫസ്റ്റ് ഡേ തന്നെ ക്ലാസ് ലീഡർ ആയല്ലോ. കൺഗ്രാറ്റ്സ്. മൈഥിലി, കൺഗ്രാറ്റ്സ്. ഈ മൈഥിലി എന്നുള്ള വിളി നമുക്കങ്ങ് മാറ്റി പിടിച്ചാലോ? നമുക്ക് എല്ലാവർക്കും നിക് നെയിംസ് ഇല്ലേ? നമുക്ക് മൈഥിലി വേണ്ട, മിലി എന്നാക്കിയാലോ? മിലി നല്ല പേരല്ലേ? വേണ്ട, വേറെ ഏത് പേര് വിളിച്ചാലും ഞാൻ കേട്ടോളാം. ബട്ട് ഈ പേര് വേണ്ട. ഈ ലോകത്ത് ഞാൻ വെറുക്കുന്ന ഒരേ ഒരു പേരാ മിലി, അത് മാത്രം വേണ്ട. ഓക്കെ, തനിക്കിഷ്ടമില്ലെങ്കിൽ വേണടോ, സാരമില്ല. എന്നാ നമുക്ക് മിഥു എന്ന് വിളിക്കാം, അത് ഓക്കെ അല്ലേ? ഓക്കെ. Hello guys, I'm back for a gossip talk. Do you guys know what's happening in our college canteen today? Oops, there is no gossip talking as instructed by our principal, but I have heard that our principal is in love with our program as well. Hence, we will wind up this show right here. Before that, നമ്മുടെ എഡിറ്റർ കോച്ചിന് ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഉണ്ട്. ഈ Jan 26 മംഗലം കഴിക്കാൻ പോകുന്ന ചിത്തുവിൻ്റെ സ്വന്തം സോൾമേറ്റ് ജാസുൻ 1000 വിവാഹാശംസകൾ. ഹാപ്പി മാരീഡ് ലൈഫ് ജാസു. അഷി, മൈഥിലി എന്തേ?
ഞാൻ കണ്ടില്ലേടി, വാ നോക്കാം. ഈശ്വര, ഇതെവിടെയാണോ എന്തോ. ശ്രുതി, എന്താ അവിടെ ഒരു ബഹളം? ആരാ കരഞ്ഞ്? അത് സർ, മാനസിയുടെ അനിയത്തി ഹോസ്പിറ്റലൈസ്ഡ് ആയെന്ന് പറഞ്ഞ് കോളേജിൽ നിന്ന് ഫോൺ വന്നു. ഇത് കേട്ട് മാനസി കരഞ്ഞോണ്ട് ഓടി. ഞാനും കൂടെ ചെല്ലാമെന്ന് പറഞ്ഞതാ, പക്ഷെ അവള് കേട്ടില്ല. അനിയത്തിക്കോ? എന്നിട്ട് മാനസിന്റെ? അവള് ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. വിജയനങ്ങളോട് ഞാനിന്ന് ലീവാന്ന് പറഞ്ഞേക്ക്. സർ. പോയോ? ഇതെന്താ? എന്താ എന്താ പറ്റിയേ? കുഞ്ഞി. എന്താ മാസി, കരയാതെ കാര്യം പറ. കുഞ്ഞിക്ക് എന്താ പറ്റിയേ? നീ ഒന്ന് തെളിച്ച് പറ. കുഞ്ഞി ആരോ ലാബിൽ പൂട്ടിയിട്ടു. അവളുടെ ഫ്രണ്ട്സ് വന്നപ്പോ അവക്ക് ബോധമില്ലായിരുന്നു. കുഞ്ഞ് പേടിച്ചു പോയിട്ടുണ്ടാവും മയ്യേട്ട. കുഞ്ഞ് അവക്ക് അന്നോട്ട് പേടിയാ മയ്യേട്ട. നീ കരയാതെ മാസി. ഇങ്ങനെ ആലോപിച്ച് അറിഞ്ഞോ? ഇല്ല മയ്യേട്ട, അവളുടെ ഫ്രണ്ട്സ് എന്നെയാ വിളിച്ച. കോളേജിൽ നിന്ന് എന്നെയാ വിളിച്ച. അമ്മയുടെ നമ്പറിന് പകരം അവൾ എന്റെ നമ്പറാ കോളേജിൽ കൊടുത്തേക്കുന്നേ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മയ്യേട്ട. അമ്മയെ വിളിച്ചു പറയാൻ എനിക്ക് പേടിയാ. നീ കരയാതെ. അവക്കൊന്നും ഇല്ലടോ, പേടിച്ചു പോയി കാണും. ആലോപിച്ച് അറിഞ്ഞില്ലെങ്കിൽ ഇപ്പൊ പറയണ്ട. വാ, തന്നെ ഞാൻ കൊണ്ടുപോവാം.